ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ കൊച്ചോളി വ്ലോഗ്. അതേ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ വിശ്വകാജിമഠം കിഴക്കേ ഗുരുമന്ദിരത്തിൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലാണ്. ഇവിടെ ഒരു വിശേഷ ചടങ്ങുകൾ നടക്കുന്നുണ്ട്. അത് വേറൊന്നുമല്ല, മഹാനീരാഞ്ജനമാണ്. എല്ലാ മലയാള മാസവും ആദ്യത്തെ ശനിയാഴ്ചയാണ് ആ ചടങ്ങ് ഇവിടെ നടക്കുന്നത്. വളരെ ഭക്തി നിർഭരമായിട്ടൊരു ചടങ്ങാണ്. എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാരൊക്കെ വന്ന് ആ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പൊ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആലപ്പുഴ ജില്ലയിലെ മുഹമ്മയിലെ കായപ്പുറം വടക്ക് തുരുത്തം കവലയിൽ നിന്നും പടിഞ്ഞോട്ട് വരുമ്പോഴത്തേക്കുമാണ് ഈ വിശ്വകാജിമഠം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം കിഴക്കേ ഗുരുമന്ദിരം സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് കൂടെ ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് നേരത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സ്വാമി ശരണം. സർവവിഘ്ന വിനാശകനും കലിയുഗവരദനുമായ വിശ്വകാജിമഠം കിഴക്കേ ഗുരുമന്ദിരം ശ്രീ ധർമ്മശാസ്താവിൻ്റെ തിരുനടയിൽ വിശിഷ്ടവും ശ്രേഷ്ഠവുമായ ചടങ്ങുകളോടെ എല്ലാ മലയാള മാസവും ആദ്യ ശനിയാഴ്ച വിശിഷ്യ നടക്കുന്ന ശനിദോഷ നിവാരണ മഹാനീരാഞ്ജനം. സർവവിഘ്ന വിനാശകനും കലിയുഗവരദനുമായ വിശ്വകാജിമഠം കിഴക്കേ ഗുരുമന്ദിരം ശ്രീ ധർമ്മശാസ്താവിൻ്റെ തിരുനടയിൽ നൂറുകണക്കിന് ഭക്തജനങ്ങൾ ശനിയുടെ വിനകളകറ്റാൻ എത്തിച്ചേരുന്നു. കേരളത്തിലെ അത്യപൂർവം ക്ഷേത്രങ്ങളിൽ മാത്രം വിധിപ്രകാരം നടത്തിവരുന്ന പുണ്യകർമ്മമാണ് ശനിദോഷ നിവാരണ മഹാനീരാഞ്ജനം. വിശ്വകാജിമഠം കിഴക്കേ ഗുരുമന്ദിരം ശ്രീ ധർമ്മശാസ്താവിന്റെ തിരുനടയിൽ ക്ഷേത്രം മേൽശാന്തി ശ്രീ മേഖലാൽ ശാന്തികളാൽ നീരാഞ്ജനം ഒഴിഞ്ഞുവാങ്ങി വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ പ്രദക്ഷിണം ചെയ്ത് ഭഗവാന്റെ തിരുനടയിൽ സമർപ്പിച്ച് ആദിയും വ്യാധിയും ചൊല്ലി സായുജ്യമടയുവാൻ ഭക്തർക്ക് ലഭിക്കുന്ന അസുലഭവും അപ്രാപ്യവുമായ സുവർണ അവസരം ശനിദോഷ നിവാരണ മഹാനീരാഞ്ജനം. സുഖദുഃഖങ്ങൾക്കിടയിൽ കർമ്മഫലമായി വന്നു ചേരുന്ന ശനിദോഷങ്ങൾ, അഷ്ടമശനിയുടെ തീഷ്ണയിൽ ഉരുകുന്നവർക്കും ജന്മശനിയുടെ ഭാരത്താൽ ഉഴലുന്നവർക്കും കണ്ടകശനിയും ഏഴരശനിയും കാരണം ജീവിതം വഴിമുട്ടി നിൽക്കുന്നവർക്കും വിശ്വകാജിമഠം കിഴക്കേ ഗുരുമന്ദിരം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ശനിദോഷ നിവാരണ മഹാനീരാഞ്ജനം ഒരു ദിവ്യ ഔഷധമായി മാറിയിരിക്കുന്നു. കുടുംബ ഐശ്വര്യത്തിനും സർവ്വ ഐശ്വര്യത്തിനും ആയുരാരോഗ്യ വർധനവിനുമായി കലിയുഗത്തിൽ കലിയുഗവരദന്റെ തിരുനടയിൽ സമർപ്പിക്കാവുന്ന ഏറ്റവും ഉചിതമായ വഴിപാടാണ് മഹാനീരാഞ്ജനം. മനുഷ്യ ജീവിത ചക്രത്തിലെ ഏറ്റവും മോശകാലമായ ശനിദോഷകാലത്തിന്റെ കാഠിന്യം കുറച്ച് ഐശ്വര്യപൂർണമായ ജീവിതം നയിക്കുന്നതിന് അയ്യപ്പസ്വാമിയുടെ തിരുനടയിൽ സമർപ്പിക്കാവുന്ന ഏറ്റവും ലളിതവും ഫലപ്രദവുമായ വഴിപാടാണ് ശനിദോഷ നിവാരണ മഹാനീരാഞ്ജനം. ഈ വഴിപാടിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും ഭക്ത്യാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഭഗവത് നാമത്തിൽ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. പൊന്നു 18-ാം പടിയേ പൊരുളേ കിഴക്കേ ഗുരുമന്ദിരം അയ്യപ്പസ്വാമി ക്ഷേത്രത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടെ വരുമ്പോൾ ഒരു പ്രത്യേക അനുഭവമാണ്. നമുക്കൊരു പോസിറ്റീവ് എനർജി തരുന്നൊരു ക്ഷേത്രമാണിത്. അപ്പം ഞാൻ തമിഴ്നാട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. തമിഴ്നാട്ടിൽ നിന്ന് എപ്പോൾ വന്നാലും ഞാൻ ഈ ക്ഷേത്രത്തിൽ ഒന്ന് പ്രാർത്ഥിച്ചിട്ടേ പോകാറുള്ളൂ. അതോടൊപ്പം ഈ കഴിഞ്ഞ 8 മാസമായിട്ട് നടക്കുന്ന നീരാഞ്ജന വിളക്ക് പൂജ, എല്ലാ മാസവും മലയാള മാസം ആദ്യത്തെ ശനിയാഴ്ച നടക്കുന്ന ഈ നീരാഞ്ജന പൂജയിൽ ഞാൻ എല്ലാ മാസവും തമിഴ്നാട്ടിൽ നിന്ന് ഇതിനു വേണ്ടി മാത്രം ഇവിടെ വരും. എനിക്കത് പ്രത്യേക ഫീലിംഗ് ആണ്. ആ ഫീലിംഗ് എനിക്കൊന്ന് അയ്യപ്പൻ തന്നെ എന്നെ ഇവിടെ കൊണ്ടുവരുന്നതായിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. അതൊരു പ്രത്യേക എനർജി ആയിട്ട് തരുന്നുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇവിടെ മുഴുവൻ അയ്യപ്പ ഭക്തജനങ്ങളും ഈ ശനിയാഴ്ചയുള്ള ഈ പരിപാടിയിൽ വന്ന് ഒരിക്കലെങ്കിലും ഈ നീരാഞ്ജന വിളക്കത്തിൽ പങ്കെടുത്തിട്ട് ഒന്ന് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആ വ്യത്യാസം മനസ്സിലാവും. നല്ലൊരു എനർജി നമ്മുടെ ജീവിതത്തിൽ എന്നും തരുന്നുണ്ട്. സ്വാമി ശരണമയ്യപ്പ.
സ്വാമിയെ ശരണമയ്യപ്പ. ഞാൻ ഭഗവാന്റെ കാണാൻ പറ്റുന്ന സമയങ്ങളെല്ലാം ഓടി ഇവിടെ വരാറുണ്ട്. കാര്യം നമുക്കിവിടെ വന്ന് ഭഗവാനിലേക്ക് സമർപ്പിച്ച് നമ്മുടെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും പറയുമ്പോൾ ഒരു വലിയൊരു സമാധാനമാണ് ലഭിക്കുന്നത്. അത് പല അനുഭവങ്ങളിലൂടെ അത് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. നമ്മൾ സമർപ്പിച്ച് കഴിഞ്ഞ് ഭഗവാനോട് നമ്മൾ അടുത്ത് നിന്ന് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റേതായ അനുഭവം തിരിച്ചു പോകാൻ തീർച്ചയായും തരുന്നുണ്ട്. പ്രത്യേകിച്ച് ശനിയാഴ്ച നീരാഞ്ജന വിളക്ക് സമയത്ത് വരാനും ഇതുവരെ ഒരു ബുദ്ധിമുട്ടില്ലാതെ വന്ന് തൊഴാനും ഒക്കെ കഴിയുന്നതും ഭഗവാന്റെ വലിയൊരു അനുഗ്രഹമാണ്. അതെല്ലാ ജനങ്ങളും നാട്ടുകാരും ഇതിനു കൂടുതൽ അടുത്ത് ഈ വഴിപാടിൽ പങ്കെടുക്കണമെന്നാണ് എൻ്റെ ലളിതമായൊരു അപേക്ഷ. കാര്യം അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലും ഐശ്വര്യവും സമാധാനവും ഉണ്ടാകും എന്നുള്ളത് തീർച്ചയാണ്. സ്വാമിയെ ശരണമയ്യപ്പ. സ്വാമി ശരണം. ഇത് കിഴക്കേ ഗുരുമന്ദിരം വിശ്വരാജ്യമഠം ഗുരുധർമ്മ പ്രചരണ സഭയുടെ കീഴിലുള്ള ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം. 90 വർഷക്കാലം കൂടുതൽ പഴക്കമുള്ളൊരു ക്ഷേത്രമായിരുന്നു ഇത്. ഇപ്പോൾ നവീകരിച്ചിട്ട് 3 വർഷക്കാലമാകുന്നു. പക്ഷെ ഇന്നത്തെ വളരെ മനോഹരമായ, വളരെ ഭക്തി നിർഭരമായ ഒരു ചടങ്ങുണ്ടായിരുന്നു ഇന്നിവിടെ. ഇന്ന് എല്ലാ മലയാള മാസവും ആദ്യത്തെ ശനിയാഴ്ച ഇവിടെ ശനിദോഷ നിവാരണത്തിനായിട്ട് മഹാനീരാഞ്ജന കർമ്മം ഇവിടെ നടക്കുകയാണ്. ഈ മഹാനീരാഞ്ജനം എന്ന് പറയുന്നത് കലിയുഗവരദനായ ശ്രീ ധർമ്മശാസ്താവ് ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ ഇവിടുത്തെ ഭക്തജനങ്ങൾക്കും പുറത്തുനിന്ന് വരുന്നവർക്കും കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഇവിടുത്തെ അഭൂതപൂർവമായ ഒരു തിരക്ക് തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഭഗവാന് ഒരുപാട് നമ്മളെ വിളിച്ചാൽ വിളുപ്പുറത്തുള്ള കലിയുഗ വരദനാണ് ശ്രീ ധർമ്മശാസ്താവ്. കിഴക്കേ ഗുരുമന്ദിരം വാണരുളുന്ന ഈ അയ്യപ്പന്റെ സാന്നിധ്യവും ഭഗവാന്റെ അനുഗ്രഹവും കൊണ്ട് ഇത് വളരെ മനോഹരമായും ഭംഗിയായും ഭക്തിനിർഭരമായും നടക്കുന്ന ചടങ്ങാണ്. ഏവരെയും ഈ ക്ഷേത്രാങ്കണത്തിലേക്ക് ഭക്തിപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്.